ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസമാണ്. ജയ്പൂരിൽ നിന്ന് നേരെ നമ്മൾ ട്രെയിൻ കയറിയത് മണലാരണ്യങ്ങളിലേക്കാണ്, അതായത് രാജസ്ഥാനിലേക്ക്. ഞാൻ വിചാരിച്ച് ഈ രാജസ്ഥാനിൽ നല്ല ചൂടായിരിക്കുന്നതാണ്, കാരണം മരുഭൂമിയാണല്ലോ. പക്ഷേ എൻ്റെ മക്കളെ, രാജസ്ഥാൻ ബോർഡർ കടന്നേരെ തണുത്ത് വിറച്ച് ഒരു പരുവായിട്ടുണ്ടായിരുന്നു ഞാൻ. ഇതിപ്പോൾ ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല. ബാഗിൻ്റെ കനം കുറക്കെ ചെറിയ പുതപ്പ് എടുത്തുകൊണ്ട് വന്നത് ഞാൻ തന്നെയാണല്ലോ. ഐ തിങ്ക് നമ്മൾ രാജസ്ഥാനിൽ എത്തിയിട്ടുണ്ടെന്ന്. മരുഭൂമി കാണുന്നത് ഡെസേർട്ട്. ഡെസേർട്ടിൽ ഇത്രയും ചൂട് അല്ല ഉണ്ടാവുക. ഡെസേർട്ടിൽ ഇത്രയും തണുപ്പുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഓ മൈ ഗോഡ്, ഡൽഹിയിലൊന്നും ഒരു തണുപ്പില്ല, ഇവിടെ എന്താണിത്? ഇതാണ് ഡെസേർട്ടിലേക്കുള്ള വഴി. പിന്നെ തോന്നുന്നു ഡെസേർട്ട്, പക്ഷേ ഡെസേർട്ടിൽ പുല്ലില്ലാതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എവിടെയൊക്കെ ഉണ്ടാവും പുല്ലുണ്ടാവില്ലേ, ഇത് വേറെന്തോ സാധനമാണ്. ഭയങ്കര വലിയ സ്ഥലമാണ് ഗായ്സ്. പശു, ഡെസേർട്ടിലെ പശുവിനെ കണ്ടങ്ങൾ വായിച്ചുണ്ട്. മുള്ള വന്നാണ്, മൂത്രം മുറച്ചു പോകുന്ന രീതിയിലുള്ള തണുപ്പാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ വേഗം പോയി മുള്ളി. പക്ഷെങ്കിൽ കൈയൊക്കെ ഭയങ്കര തണുപ്പ്, ഐസ് കട്ടമായിപ്പോയി. കാല് കോടി 9 ഡിഗ്രിയാണ് ഇതിൽ കാണിക്കുന്നത്. ശരിക്കെത്താണെന്ന് പറയുന്നത് ഐ തിങ്ക് ടച്ച് വിളിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നിൽക്കുന്നത്. ഞാൻ മൂപ്പർ ചേർന്ന് ടച്ച് വരുന്നത് പോകാൻ ബാത്റൂമിലുണ്ട്. ഗായ്സ്, നമ്മൾ ജയ്സൽമീർ എത്തി. നമ്മൾ ഏതോ കടയുടെ മുമ്പിലുള്ള ഫുഡ് കഴിക്കുന്നതാണ്. അത് നമ്മൾ കണ്ട ബീവറേജാണ് ഗൈസ്. നമുക്ക് അവിടെ നല്ല ഫുഡൊക്കെ കാണുന്നുണ്ട്. പിന്നെ എന്താ പറയാൻ വിചാരിച്ച, നമ്മൾ ഓട്ടോയിലാണ് വന്നത്. കാലും താത്തിട്ടിട്ട് ഓട്ടോയിലാണ് വന്നത്. നമ്മളവിടെ ഓട്ടോ പോലെ ഇരിക്കാൻ പറ്റും. ഒന്നിച്ച് നമുക്ക് പോകാം, ഒന്നിച്ച് നമ്മൾ പോയാൽ നമുക്ക് നമ്മുടെ ഏട്ടൻ പഠിക്കുന്നുണ്ട്. നമുക്ക് പോകാം. ഇന്ന് പൂരിയാണെന്നാ തോന്നുന്നത് ഗൈസ്. ഇന്ന് പൂരിയാണ് നമുക്ക് കഴിക്കാനുള്ളത്. പൂരി കഴിക്കാം ഗൈസ്. പൂരി ഓക്കെ ബൈ ഗൈസ്, കഴിക്കാം. ഇവിടെ മലപ്പുറം കുറച്ച് ടീംസ് ഉണ്ട്. ഓട്ടോ രണ്ടുപേരെ പോലെ ഉണ്ടല്ലോ. ഇവിടെ കിടക്കാം 2 മിനിറ്റ്. ഇവിടെ റൂമുണ്ടോ? പറ്റിയ പാട്ടാ. എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു. എനിക്ക് ഇപ്പോ പാടണം. ഞാൻ പാടും. വട്ടി കാണിക്കല്ലേ വീട്ടുകാരെ, ഞങ്ങൾ വട്ടാണി വിൽക്കണ പുള്ളാരാണ്. ആലപ്പുഴക്കാരൻ കോരപ്പൻ സായി പാലപ്പം തിന്നപ്പ പല്ല് പോയേ. ഗൈസ്, ഇതാണ് നമ്മുടെ മരുഭൂമിയിലെ ഫുഡ്. ഇതാണ് കണ്ടോ,
എന്തൊക്കെയോ ഉണ്ട് ഇവരിതാ അവളിതാ ഉള്ള കാര്യം എടുത്തിട്ടുണ്ടോ നമുക്ക് തിന്നോന്ന് ആർക്കറിയാം. പക്ഷെ ഞാൻ എത്ര എടുത്തിട്ടുള്ളൂ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലേ പിന്നെ അവിടെ നിന്ന് അവിടുത്തെ കഴിഞ്ഞു നോക്കാം നമുക്ക് എന്തല്ലേ നമുക്കിതൊക്കെ അയ്യല്ലേ രാവിലെ 10 മണി തുറന്ന് ആ ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത തൽക്കാലം ചോറ് കിട്ടിയിട്ടുണ്ട് അതിലങ്ങ് ഒപ്പിക്കാം. ബ്ലോഗിങ്ങാ നമ്മൾ മരുഭൂമിയിലെത്തി ഒട്ടകം കാണിച്ചോ. അറബിയും ഒട്ടകവും കുഞ്ചു സീയറും എന്നാ തിരിയണ്ടേ ചോദിച്ചപ്പോ ടെൻഷനായി. ചിമ്മിടക്കം ചിമ്മിടക്കം ആ ചെറിയ ചെക്കൻ ആ ഒട്ടകത്തിനെ വലിച്ചോണ്ട് പോന്നെ. അയ്യോ ഒട്ടകത്തിനെ വലിച്ചോണ്ട് ഒരൊട്ടകം എന്നോട് സെൽഫി എടുക്കാൻ വരുന്നത് ഗായ്സ്. ഇതാണ് പിടിച്ച ഒട്ടക പുറത്തേക്കാണ് വരുന്നത്. ഞാനാണ് ഒരു ഒട്ടകത്തിനെ കൊണ്ടുവന്നത് കയറ. നമ്മൾ വണ്ടി ഓടിച്ചു ഗൈസ്. അതിനുശേഷം ഇതാണ് പരിപാടി ഗൈസ്. നമ്മൾ ഒട്ടകത്തിന്റെ പുറത്ത് ഇരുന്നിട്ട് ഒട്ടകത്തിന്റെ ഒച്ച ഉണ്ടാക്കും. അത് കുതിരയാ? അയ്യോ അത് കുതിര അല്ലേ, സോറി. ഒട്ടകത്തിന് ഒട്ടകത്തിന് സൗണ്ട് ഇല്ല ഗൈസ്. അതുകൊണ്ട് നമ്മള് സൗണ്ട് ആക്കുന്നില്ല. ഒട്ടകം മതളക്കുന്നത് ഞാനിത് കണ്ടില്ല. മിണ്ടൂല ഗൈസ്. ഗായ്സ് വന്നു എല്ലാവർക്കും മൂഡ് സ്വിമ്മിങ്സ് ആണ് ഗായ്സ്. മൂഡ് സ്വിമ്മിങ്സ് കൊണ്ട് വേറെ കളിയാണ് ഇവിടെ. എന്തോ ബാക്ക്ഗ്രൗണ്ട് ഒട്ടൊക്കെ ഏതാ സ്പീഡിൽ ഓടുന്നേ ഗായ്സ്. ബാക്കിൽ എന്ത് രസമാണെന്നറിയോ, നിങ്ങൾക്ക് കാണാൻ പറ്റൂല, അതാ പ്രശ്നം. കണ്ണുകളിൽ ആദ്യം ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ ബ്യൂട്ടിഫുൾ. സോയിലൊക്കെ കുക്കിങ്ങിലൊക്കെ വാ കണ്ട സൂര്യേട്ടൻ എന്ത് രസമായിട്ടാണ് കാണുന്നേ. നമ്മൾ ചെയ്യ എടുത്തു. എല്ലാം പരക്കെ ചെയ്യ എന്തോ കാണുള്ളത്. അവര് ഫുള്ള് ചെയ്യായിരുന്നു, ചെയ്തോണ്ടിരിക്കുന്നു. കരഞ്ഞു ഗൈസ്. ഞാൻ കരഞ്ഞേ. പിന്നെന്താ പറ്റി, ഫോൺ കണ്ടായി, പിന്നെ സ്കാർഫ് കണ്ടായി പോയി. നമ്മൾ റൈഡ് ചെയ്തപ്പോൾ സാധനം കൊണ്ടുപോയി. പിന്നെ കാണുന്നത് ഇവളെ ഒന്ന് പോകുമെന്ന് വെച്ചാൽ എന്നോട് ഗൈസ്. എന്നോട് ഗൈസ് 24 മണിക്കൂർ ഒപ്പരം നടന്നിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുന്ന എന്നോട് അവളങ്ങനെ പറഞ്ഞു. എന്നോട് ഇവിടെ ഒരാൾ അവളെ ചാമ്പാണ്ട് കൂടെ നടക്കുന്നുള്ളൂ. എന്നോടല്ല അങ്ങനെ പറയാൻ പറ്റും. ഇനി അങ്ങനെ പറ എന്റെ ചാമ്പി പറഞ്ഞു. നന്ദന ഒറ്റ ഒരുത്തരാ ചാമ്പാണ്ടുള്ളൂ. അത് ഞാനായിരിക്കും. ഇത് ഇങ്ങനെ പറയണോ? അമ്മായി പറയാം നമ്മള് ഗ്രൂപ്പീസ് ആണെന്ന്. നമ്മളങ്ങ് എത്തുമ്പോഴത്തേക്ക് അമ്മായിയും ടീമും എല്ലാം സെറ്റാക്കി ഉണ്ടാവും. പിന്നെ എവിടെയാ വേറെ മൂഡ് സ്വിമ്മിങ്സ് റൂം തപ്പി നടക്കുമ്പോ എല്ലാവർക്കും ഇതാണ് മരുഭൂമിയിലെ നോക്ക് കുത്തി ഗൈസ്. പെരിയോനെ റഹ്മാനെ സംഭവം അതാണ് ഉദ്ദേശിച്ചത് ഗൈസ്. ഞൊണ്ടി പോലെ കൊള്ളുമ്പോൾ നീയല്ലോ കനവാകെ പകലില്ല. നമ്മൾ രാജസ്ഥാൻ മരുഭൂമിയിൽ മണല് വാരിയിട്ടുണ്ട് കൊണ്ടുപോകുന്നു ഗൈസ്. ശശികല ചാർത്തിയ ദീപാവലി ഉദാഹരണ സാധനം ഗായ്സ്. ഇവിടുന്ന്
ചായക്ക് നമുക്ക് ഇതുവരെ ആയിട്ട് ചായ കിട്ടിയില്ല ഇവിടെ വന്നതിന് ശേഷം. ഇന്നാണ് ഒരു ചായ എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത് വൈകുന്നേരം ആകുമ്പോൾ. അതെന്നാൽ ഫ്രഞ്ച് ഫ്രൈസ് സോസിൽ വിട്ട് മുക്കിയ പോലത്തെ ഒരു സാധനം പപ്പടമാണ് കിട്ടിയത്. ഇവിടെ നമ്മളെല്ലാവരും ഇരുന്നുണ്ടാവും. എന്നാണ് അപ്പുറത്ത് നിന്ന് ബംഗാളി എന്തല്ലോ, ബംഗാളിയല്ല ചങ്ങായി എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പറയും, വെറുതെ പറയും, അതിന് സംഭവം ഒന്നും അറിയില്ലല്ലോ. ഗൈസ് 11 ട്രിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുതലാക്കണം. അതുകൊണ്ട് 2 കുഞ്ഞു കപ്പിൽ ചായ വന്നിട്ട് നമ്മളത് പൊക്കി പോന്ന്. അതെ, ഇതെന്റെ വ്ലോഗാടാ. Thank you.